ഹലോ ആളെല്ലാവർക്കും എയർജോവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ഗംഭീര ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2024 നമ്മൾ തകർക്കും ഗൈസ്, നമ്മൾ ഒരുമിച്ച് തകർക്കും, ഉറപ്പ് പൊളിക്കും നമ്മൾ. ഓക്കെ, അപ്പം 2024 ആദ്യത്തെ നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പുള്ള പടം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരമേ കാണത്തുള്ളൂ, മലൈക്കോട്ടൈ വാലിബൻ. അപ്പോൾ മലൈക്കോട്ടൈ വാലിബന്റെ ഒരു ടീസർ, ന്യൂ ഇയർ സ്പെഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വല്പം ലേറ്റായി പോയി, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, സ്വാഭാവികം. സോ മലൈക്കോട്ടൈ വാലിബന്റെ ആ ഒരു ടീസർ നമുക്കൊന്ന് കണ്ടു നോക്കാം. കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു ആ ഒരു ടീസറിനെ പറ്റിയിട്ട്, അതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ടീസർ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഏയ് വാലിബൻ, മലൈക്കോട്ടൈ വാലിബൻ. ഓ വാലിബൻ, മലൈക്കോട്ടൈ വാലിബൻ. സ്വാഭാവികം ചെറിയ ഒരു സിമ്പിൾ ആൻഡ് നീറ്റ് ടീസർ. അപ്പൊ ഞാൻ കണ്ട കമന്റ്സ് ഒക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ, ഇതിൽ മാസ് എവിടെ, ഇതാണോ ഒരു കൊമേഴ്ഷ്യൽ പടത്തിന്റെ ടീസർ, ഇതാണ് ഇത്ര വലിയ കൊട്ടിഘോഷിച്ച് വരുന്ന ഒരു വമ്പൻ ഹൈപ്പുള്ള പടത്തിന്റെ ടീസർ എന്നൊക്കെ ഉള്ളൊരു ലെവൽ കമന്റ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കമന്റ്സ് ഇടുന്നവരൊക്കെ പ്രതീക്ഷിച്ചത് ഒരു പുലിമുരുകൻ ടൈപ്പ് ടീസറൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരെന്തായാലും ഓർക്കേണ്ട ഒരു കാര്യം, ഈ പടത്തിന്റെ ഡയറക്ടർ വൈശാഖോ ജോഷിയോ ഒന്നുമല്ല, ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾ ഒരിക്കലും ഒരു പുലിമുരുകനൊന്നും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് പോകരുത്, വൻ നിരാശയായിരിക്കും ഫലം. ഞാൻ ഈ ഒരു പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് വളരെയധികം എക്സൈറ്റഡ് ആണ്. എനിക്ക് ആ ഒരു മനസ്സിനകത്ത് ആ ഒരു ഹൈപ്പ് ഉണ്ട്. മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഹൈപ്പ് എന്റെ മൈൻഡിലുണ്ട്. പക്ഷേ ഞാനതൊരു പുലിമുരുകൻ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും അല്ല നിൽക്കുന്നത്. കാരണം ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി പടമാണ്. ഈ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി പടത്തിലേക്ക് ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ ലാലേട്ടനെ കാണാൻ കഴിയുമെന്നത് 100% ഉറപ്പാണ്. ലാലേട്ടൻ ഓൾറെഡി ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം അങ്ങേര് ചെയ്യാത്ത റോളുകളോ വേഷങ്ങളോ ഒന്നുമില്ല, നമുക്കറിയാം. അങ്ങേര് ചെയ്തു വെച്ച് ഇനി അങ്ങേർക്ക് തെളിയിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. പക്ഷെ ഇനിയും ലാലേട്ടനെ എക്സ്പ്ലോർ ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഡയറക്ടർമാരിൽ ഒരാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങയുടെ കയ്യിൽ ലാലേട്ടനെ കിട്ടുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് ലാലേട്ടനെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എന്റെ ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മലൈക്കോട്ടൈ വാലിബനെ നോക്കി കാണുന്നത്. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. ഇതുവരെ വന്ന അപ്ഡേറ്റ്സ്, ആദ്യം വന്ന സോങ്, രണ്ടാമത് വന്ന സോങ്, ഇപ്പോൾ വന്ന ടീസർ, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. എന്തായാലും ഈ ഒരു ടീസറും എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടും നീറ്റ് ആയിട്ടുള്ള ഒരു ടീസറായിട്ട് തോന്നി. എന്തായാലും എന്തോ ഒരു സംഭവം ലിജോ ജോസ് പെല്ലിശ്ശേരി അവിടെ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് നമുക്കായിട്ട്. എന്തായാലും മലൈക്കോട്ടൈ വാലിബന്റെ കഥ എന്താണ്, ഈ സിനിമയുടെ ജേണർ എന്താണെന്നേ ഒരു പിടിയില്ലാതിരിക്കുകയാണ്. അപ്പം മലൈക്കോട്ടൈ വാലിബന്റെ കഥ എന്താണ്, അതിന് ചെറിയൊരു ഹിന്റ് തന്നിരിക്കുകയാണ് നമ്മുടെ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ. ആ ഒരു മനോരമയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു ടീസർ വന്നിരിക്കുന്നത്. ഇന്നത്തെ മലയാള മനോരമയുടെ പത്രത്തിനകത്ത് മലൈക്കോട്ടൈ വാലിബന്റെ ഈ ഒരു ടീസറിന്റെ ഒരു QR കോഡും അതിനോടൊപ്പം ലാലേട്ടന്റെ ഒരു പടവും കൊടുത്തിട്ട് താഴെ പടത്തിന്റെ ഒരു ചെറിയ ഹിന്റും കൊടുത്തിട്ടുണ്ട്. ഒരു അഭ്യാസിയുടെ ജീവിതം, ബുദ്ധ സന്യാസികളുടെ ജീവിത പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഫാന്റസി ത്രില്ലർ. ഇതാണ് മലൈക്കോട്ടൈ വാലിബനെ കുറിച്ച് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹിന്റ്. തീർച്ചയായിട്ടും ഒരു ഫാന്റസി ത്രില്ലർ, ലിജോ ജോസ് പെല്ലിശ്ശേരി സ്റ്റൈലിലുള്ള ഒരു ഫാന്റസി ത്രില്ലർ പ്രതീക്ഷിച്ച് നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഈ ഫാൻ ഷോ ഒക്കെ, റെക്കോർഡ് ഫാൻ ഷോ ഒക്കെയാണ് മലൈക്കോട്ടൈ വാലിബന് വയ്ക്കാൻ പോകുന്നതെന്ന് കേട്ടു. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് ഒരു പിടിയില്ല കേട്ടോ. കാരണം രാവിലെ 4 മണിക്കൊക്കെ പഴയ ഓഡിയൻ ടൈപ്പ് അല്ലെങ്കിൽ മരക്കാർ ടൈപ്പ് ഒക്കെ ഫാൻ ഷോ വെച്ചാൽ ഏത് രീതിയിൽ റിപ്പോർട്ട്സ് വരുമെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. തീർച്ചയായിട്ടും ഒരു 7 മണി ടൈമിലേക്കാണ് ഫാൻ ഷോ വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുലിമുരുകൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി പടമാണെന്നൊരു ബോധത്തോടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന റിപ്പോർട്ട്സ് എന്തായാലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, ഏത് മൈൻഡ് സെറ്റിലാണ് പോകുന്നത് എന്നുള്ളൊരു ഡിപ്പെൻഡ് ചെയ്തിരിക്കും സംഭവം. എന്തായാലും എനിക്ക് എന്തായാലും വിശ്വാസമുണ്ട്, നല്ലൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു നല്ലൊരു ക്വാളിറ്റി സ്റ്റഫ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മലൈക്കോട്ടൈ വാലിബന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്, റിലീസിനായിട്ടും ഒക്കെ നമുക്ക് കാത്തിരിക്കാം. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.